ഓഫ് റോഡിൽ ഒരു സ്റ്റഡ് ടയറിന്റെ പെർഫോമൻസ് പോലെ, അതുപോലെ റോഡിലാണെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കിന് പെർഫോമൻസ് ടയർ നൽകുന്ന പെർഫോമൻസ് പോലെയാണ് കഴിഞ്ഞ വർഷമായിട്ട് നമ്മുടെ റേസിന്റെ ട്രെയിലർ പല അഡ്വഞ്ചർ ബൈക്ക് ഓണേഴ്സിനും ഓഫ് റോഡിലും റോഡിലും എക്സ്ട്രീം കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാനും നമ്മുടെ റേസ് ട്രെയിലറിന്റെ എസ്പൾസിന്റെ ഞങ്ങളുടെ കോംബോ ആയിട്ടുള്ള 1 ഇയർ റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. 9000 കിലോമീറ്റർ ആണ് എനിക്ക് ടയറിൽ നിന്ന് ലൈഫ് കിട്ടിയത്. അത് മാറുമ്പോഴത്തേക്ക് ബാക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നപ്പോഴും ഫ്രണ്ട് 50% ബാക്കിയുണ്ടായിരുന്നു. സോഫ്റ്റ് കമ്പോണന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടയറിൽ നിന്ന് കിട്ടുന്ന ഒരു ഡീസന്റ് ലൈഫാണ് കിട്ടിയിരിക്കുന്നത്. റോഡ് ട്രിപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഹൈവേ ക്രൂസിംഗ്, ഒരു അഡ്വഞ്ചർ ബൈക്ക് ചെയ്യാൻ പറ്റുന്ന കോർണറിങ്, മഴയത്തുള്ള വെഗ് ഗ്രിപ്പ് എല്ലാം നല്ല രീതിയിലാണ് റേസ് ട്രെയിലർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ റൈഡറിന് ചെറിയ ബ്രേക്കിംഗ് കാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ റേസ് കൊടുക്കുക ഒരു രീതിയിൽ സ്കിഡാകാത്ത രീതിയിലാണ് ഏതൊരു അഡ്വഞ്ചർ ബൈക്കിനെ പിടിച്ചു കയറുന്നത്. എസ്പെഷ്യലി ബ്രേക്കിംഗ് ഇഷ്യൂ ഉള്ള എസ്പൾസിനെ ഈ റേസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എസ്പൾസിന് ഇത്രയും ബ്രേക്കിംഗ് കാപ്പബിലിറ്റി ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയാം. ചിലർക്ക് കോർണറിംഗ് ആയിരിക്കും, ചിലർക്ക് ബ്രേക്കിംഗ് കാപ്പബിലിറ്റി ആയിരിക്കും, ചിലർക്ക് വെഗ് ഗ്രിപ്പ് ആയിരിക്കും, ചിലർക്ക് ഓഫ് റോഡിംഗ് കാപ്പബിലിറ്റി ആയിരിക്കും. സോ നിങ്ങൾക്ക് റേസിന്റെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. അത് വാങ്ങാൻ വരുന്നവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ. സോ ജസ്റ്റ് കമന്റ് യുവർ തോട്ട്സ് അബൌട്ട് ദ റേസ് ട്രെയിലർ.